ഇന്നൊരു അടിപൊളി വെറൈറ്റി മാങ്ങച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഉലുവയും കടുകൊക്കെ വറുത്ത് പൊടിച്ച് ഇട്ടൊരു മാങ്ങച്ചാറ്. നമുക്കതിനുവേണ്ടി ആദ്യം പാൻ വെച്ച് ആവശ്യത്തിനുള്ള കടുകും ഉലുവയും വറുത്തെടുക്കാം. അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിത് ചൂടാറിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതിനുവേണ്ടി ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം. അതേ പാനിൽ തന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിനകത്തേക്ക് ആദ്യം വേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ അരിഞ്ഞ് വെച്ച ഇഞ്ചി, മാങ്ങ എത്രയുണ്ട് അതിന് കണക്കാക്കിയുള്ള എടുക്കണില്ല, ഇഞ്ചി ഇട്ട് വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊന്ന് അതിലേക്ക് മുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത് ഇതെല്ലാം നന്നായി വഴറ്റി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. എണ്ണ ചൂടാറിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം മുളക് കരിഞ്ഞു പിടിക്കും. അപ്പോൾ പിന്നെ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, കുറച്ച് എരിവുള്ള മുളകും പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാമായിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ച അരമണിക്കൂർ മുമ്പ് അരിഞ്ഞു വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് വെച്ച മാങ്ങയാണ്, അരമണിക്കൂറായി വെച്ചിട്ട് അത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് വീണ്ടും ഇട്ട് കൊടുത്ത് കുറച്ച് കായപ്പൊടി അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ ഊറി വന്ന വെള്ളവും മാങ്ങയുടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അടുപ്പിൽ വെച്ചല്ല ചെയ്യുന്നതായിട്ട് അപ്പുറത്ത് വെച്ചിട്ട് ചെയ്യുന്ന നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച കടുകും ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. 2 ദിവസം കണ്ട് ഉപയോഗിക്കണം നല്ലത്. അതിന് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതിന് കുറച്ച് വിനെഗറും. അപ്പോൾ ഇത് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് ഉടനെ കഴിക്കരുത്, 2 ദിവസം കഴിഞ്ഞ് കഴിക്കണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ എൻ്റെ ചാനൽ വഴി പറയുകയും വേണം. ഓക്കേ.